വേദന സഹിക്കണ്ട, ഒന്ന് മരിച്ചു പോയാൽ മതി അച്ഛൻ എന്ന് ഞാൻ വിചാരിച്ചു. സത്യം. ഹലോ ഗൈസ്, ഈ വീഡിയോ പാരൻസിൻ്റെ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. നമ്മുടെ പാരൻസ് അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്. എനിക്ക് അച്ഛനില്ല. അച്ഛൻ ഒരു 2012 മരിച്ചത്. ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു ആൾക്ക്. അതുകൊണ്ട് കിഡ്നി രണ്ടും ഫെയിലിയറായി. പിന്നെ ഡയാലിസിസ് ചെയ്തു. ഒരു 8 മാസം ഡയാലിസിസ് ചെയ്തു. 8 മാസം ഡയാലിസിസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 3 മാസം മിഷൻ ഹോസ്പിറ്റൽ, തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലാണ് കിടന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴാണ് അവർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണം, വേറെ വഴിയില്ല, കാരണം കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്തു. 8 മാസം ചെയ്തു. ഒരു ദിവസം ചെയ്യാൻ 5000 രൂപയാണ്. അങ്ങനെ വീക്കിലി 2 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇഞ്ചക്ഷനൊക്കെ 2500 രൂപ, മെഡിസിന് പൈസ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ, അത് ഒരുപാട് ക്യാഷ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പൈസ പോകുന്നത് പോട്ടെ, പക്ഷേ ആളുടെ വേദന, രാത്രിയൊന്നും ഉറക്കമില്ലാതെ ശ്വാസം മുട്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടും. നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന് അച്ഛൻ ഇരുന്ന് കരയുണ്ടാവും, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് മരിച്ചാൽ മതി. വല്ല ബ്ലേഡോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ കൈയിറക്കാൻ നോക്കും. അത്രയ്ക്കും പേടിച്ച് അമ്മ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഉറങ്ങാതെ അമ്മൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. അത്രയും കഷ്ടപ്പെട്ടു. അച്ഛനെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അച്ഛൻ മരിച്ചത്. ഞാൻ സത്യമായിട്ടും പറയാം, എൻ്റെ അച്ഛൻ രാത്രിയൊക്കെ ഞാൻ എണീച്ച് വരുന്ന നോക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് കരയുണ്ടാവും. എനിക്കൊക്കെ ഹീറോ പോലെ ഇരുന്ന ആൾ ഇരുന്ന് കരയാൻ പറഞ്ഞ് വേദന സഹിക്കാൻ പറ്റാണ്ട് കരയാൻ പറയുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഞാനൊക്കെ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു അച്ഛനൊന്നും മരിച്ചു പോയാൽ മതിയെന്ന്. ഇത്രയും വേദന സഹിക്കണ്ട, ഒന്ന് മരിച്ചു പോയാൽ മതി അച്ഛൻ. ഇന്ന് ഞാൻ 10ാം ക്ലാസ് പബ്ലിക് എക്സാമിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് രാവിലെ ചോദിച്ചാണ്, ഇന്ന് എക്സാം ആണോ, നന്നായി എഴുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു വിട്ടാണ്. ഞാൻ പോയിട്ട് എക്സാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്താണ് എൻ്റെ കസിൻ വന്ന് വിളിച്ചിട്ട് പറയുന്നത്, അച്ഛൻ മരിച്ചടാ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾ മരിച്ചു, തങ്കം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ്. 10ാം ക്ലാസ് ഫസ്റ്റ് എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള എക്സാമൊക്കെ ബാലൻസാണ്. ഞാൻ ഈ അച്ഛന് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് പിന്നെ പോയിട്ടാണ് എക്സാം എഴുതിയത്. ഒന്നും പറയാനില്ല, ഭയങ്കര. അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ ഓക്കെ, ആ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോഴും എനിക്കതൊരു വലിയൊരു സങ്കടമാണ്. കാരണം അച്ഛനില്ലാതെ നമ്മൾ വളരുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും അച്ഛനില്ലാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ പേരൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നമുക്ക് ഇല്ലാണ്ടായിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾ ചുമ്മാ ഇരിക്കാനെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ വേണം, അച്ഛൻ എന്ന് പറയാൻ. അതില്ലാതാകുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം വലിയൊരു സങ്കടമാണ്. പാരൻസിൻ്റെ ഹെൽത്ത്, അമ്മയും അച്ഛനും ശരിക്കും പറഞ്ഞാൽ അമ്മമാരാണ് ശരിക്കും ഹെൽത്ത് പ്രോപ്പറായി നോക്കേണ്ടത്. അവന് ഫുഡിൻ്റെ രീതിയും അവർ ഒരു മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്ത് അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അച്ഛനും മക്കളും ഹെൽത്തി ആകും. കാരണം അവർ ഹെൽത്തി ഫുഡുകളെ ഉണ്ടാക്കുള്ളൂ. അതിൽ തന്നെ പകുതി അസുഖങ്ങൾ പോവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ, ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന അമ്മമാർ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുക ഫാമിലിക്ക്. നിങ്ങൾ നല്ല ഫുഡുകൾ കഴിക്കുക. നിങ്ങളൊക്കെ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ചേച്ചിമാരും ഏട്ടന്മാരും അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ശ്രദ്ധിക്കുക. ഹെൽത്തിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. ഹെൽത്ത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ക്യാഷ് നമുക്ക് പിന്നെയും ഉണ്ടാക്കാം. ക്യാഷ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷെ എന്നാലും ക്യാഷ് ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ. പക്ഷെ എന്നാലും ഹെൽത്ത് ഉണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഹെൽത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എല്ലാവരും, എനിക്കിതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അത് സീരിയസ് ആയി എടുക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഓക്കെ, ബൈ.